എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹെൽത്തി ആണെന്നും സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് അവൽ വിളയിച്ചത്. അപ്പോൾ അവൽ വിളയിച്ചത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഞാൻ അവൽ നനച്ചതും പൊരി നനച്ചതും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ മറക്കരുത്. അതാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷെ അവൽ വിളയിച്ചത് ഇഷ്ടപ്പെട്ട ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പരിഗണിച്ചാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന കോഴിയട. ഒരുപാട് പേര് പറഞ്ഞത് കോഴിയുടെ അല്ലാന്ന്. ശരി, നമുക്ക് പേര് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി, ഒരു സ്നാക്ക്, അത് ഇഫ്താർ പാർട്ടിക്ക് ഒക്കെ വളരെ നല്ലതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതേസമയം ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ളതുമായ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുറച്ച് പേര് ഇന്നലെ തയ്യാറാക്കിയിട്ട് ഫോട്ടോസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അവൽ വിളയിച്ചതും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ച് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവൽ വിളയിച്ചത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശർക്കര. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ശർക്കര വേണം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ അച്ചില്ലേ, ഇതുപോലത്തെ 5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതായത് 200 ഗ്രാം ഏകദേശം അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശർക്കര എടുത്ത് അതിലോട്ട് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഉരുക്കിയെടുത്തു. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണിത്. നിങ്ങളുടെ ചിലവർക്ക് ശർക്കര ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടാം. ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ഗ്ലാസ് അവലാണ്. ഞാനിപ്പോൾ ഇവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്, 2 ഗ്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മട്ട അവൽ ബ്രൗൺ കളറുള്ള അവൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് അവൽ എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ശരിക്കും ഇതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വൈറ്റ് അവൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള അവലാണ് ഏറ്റവും നല്ലത്. അത് 2 തരത്തിൽ അവൽ നമുക്ക് കിട്ടും. നല്ല കട്ടി കുറഞ്ഞിട്ടും കിട്ടും, കട്ടിയുള്ളതും കിട്ടും. അപ്പോൾ ആ കട്ടിയുള്ള അവലാണ് ഏറ്റവും ബെസ്റ്റ് അവലൊക്കെ വിളയിച്ചെടുക്കാൻ. ഓക്കെ, അപ്പം ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. അതൊന്ന് ഉരുകട്ടെ. ഇപ്പോൾ ഞാനിതിൽ വറക്കാൻ പോകുന്ന ഫ്രൈ ചെയ്യാൻ പോകുന്ന എല്ലാ ഐറ്റംസും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉള്ളത് വെച്ച് നമുക്ക് അവൽ വിളയിക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യമേ തന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഇടുന്നത്. പൊട്ടുകടല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കടലില്ലേ, ബ്രൗൺ കടല, അതിൻ്റെ പരിപ്പാണിത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പൊട്ടുകടല ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ചനാദാൽ, അതായത് കടലപ്പരിപ്പില്ലേ, വലിയ കടലയുടെ വെള്ളക്കടലയുടെ പരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രഞ്ചി എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു വാസന വരാൻ തുടങ്ങും ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ. അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ എള്ള്. കറുത്ത എള്ളാണ്. കറുത്ത എള്ള് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എള്ള് ഇടുമ്പോൾ പ്രത്യേക ഒരു വാസനയാണ് അവൽ വിളയിച്ചതിന്. അതും ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായൊരു പൊട്ടുന്നൊരു സൗണ്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്കതങ്ങ് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇത് എല്ലാം ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ ഉണ്ടാക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുക. അതിൽ മാറ്റം വരും. അപ്പോൾ ഇന്നതാണ് കറക്റ്റ് റെസിപ്പി എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ അമ്മാമ്മയെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന അറിവുകളാണ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് വരുന്ന കമൻറ്റുകൾ പലതും ഞാൻ ഇടുന്ന റെസിപ്പി ഇത് ശരിയല്ല, ഇത് ശരിയല്ല എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ള കാര്യം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പെർഫെക്റ്റ് ആയി തോന്നുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കാണും, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചെറുതായിട്ട് ഇതിൽ പൊട്ടുന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങ് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എപ്പോഴും ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. നമുക്കിതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഒരു അല്പം കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ഇതിൽ ഇടാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കുറച്ച് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നിർബന്ധമില്ല. തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ പക്ഷെ നല്ലൊരു വാസനയായിരിക്കും, നല്ലൊരു ഫ്ലേവറും വരും. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കുറച്ച് മാത്രം. പിന്നെ സാധാരണ രീതിയിൽ ഇതിൽ അണ്ടിപ്പരിപ്പൊന്നും ഇടാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഒരു നല്ല ഗോൾഡ് കളറാവുന്ന വരെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ടത് നന്നായിട്ടൊന്ന് പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഈ നെയ്യിൽ നിന്നും കോരി നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടത്തിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഞാൻ കറുത്ത മുന്തിരിയാണ് ഇടുന്നത്. ഗോൾഡ് കളർ മുന്തിരി ഇട്ടാലും മതിയാകും. അത് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതും
ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന സമയത്ത് നാളികേര കൊത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ നാളികേര കൊത്തുന്നാണ് പറയാട്ടോ തൃശ്ശൂർക്കാർ, തേങ്ങ കൊത്തുന്നൊന്നും പറയാറില്ല. ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് തേങ്ങ കൊത്തുന്ന് പറയാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ നാളികേര കൊത്തുന്നാണ് പറയുക. നാളികേരം എന്നാണ് പറയാറുള്ളത്, തേങ്ങ എന്ന് പറയാറുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നല്ല ഗുണ്ടുമണികളായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം കടായിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്, മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് ഒറ്റനൂൽ പരുവത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആവുമ്പോൾ മിക്കവാറും ഒറ്റനൂൽ പരുവാവും. അപ്പോൾ ആ സമയത്ത് ഒരു ഇച്ചിരി ഡ്രോപ്പ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കയ്യിലൊന്ന് വെച്ച് 2 വിരലുകൾക്കുള്ളിൽ വെച്ചൊന്ന് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നോക്കട്ടെ, ഇതാ കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റ നൂല് പോലെ വരുന്നുണ്ട് കയ്യിൽ. 2 വിരലിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു നൂല് ഫോം ചെയ്യും. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് അതിലോട്ട് 1 കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഈ തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റാണ് എനിക്ക് എടുത്തത് കേട്ടോ ഒറ്റ നൂൽ പരുവാവാൻ. ഇനി ഇതിൽ ഇട്ട് പതുക്കെ ഈ ശർക്കര ഒന്ന് തേങ്ങയിലോട്ടൊന്നായി ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ശർക്കര പാനിയിൽ തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മളുടെ അവൽ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അവൽ. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ശർക്കര പാനി തേങ്ങ എത്തണം. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ അവലിലേക്കൊന്നും പിടിക്കില്ല, അത് ശ്രദ്ധിക്കുക. ഓവർ വെള്ളത്തിലായി കഴിഞ്ഞാൽ അവലാകെ ഇങ്ങനെ സോഗിയായിട്ട് മാറും, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 3 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തേങ്ങ മിക്സ് ചെയ്തതിന് ശേഷം അവലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മീഡിയം മധുരമാണ് എൻ്റെ അവൽ വിളയിച്ചതിന്. പക്ഷേ ചില വീട്ടിലൊക്കെ പോയി നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാടങ്ങ് എന്താ പറയുക ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതനുസരിച്ച് മാറ്റം വരും ഇതിൻ്റെയൊക്കെ അളവ്. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര നമുക്ക് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് തീ കുറയ്ക്കുക. മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം ഇതിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചുക്കുപൊടി, ഒരു 1/4 ടീസ്പൂണോളം ചുക്കുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ ഇഞ്ചിയുടെ പൊടി കേട്ടോ. ചുക്കുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കയുടെ പൊടി ഞാനിവിടെ പഞ്ചസാരയും കൂട്ടി പൊടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറവ് ചേർക്കാം. ചേർത്തപ്പോൾ തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട്. ചെറിയ തീയിൽ കിടന്ന് നമുക്കിതൊരു 5 മിനിറ്റോളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് ഇത് കുറേ ദിവസം ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേടായിട്ട് പോകും. ഇതൊരിപ്പോൾ 2 ആഴ്ച 3 ആഴ്ച വരെ ഇത് ഇരിക്കും. ഒരാഴ്ചയൊക്കെ നമുക്കിത് പുറത്ത് വെക്കാം, അല്ലെങ്കിൽ കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. തണുത്തതിന് ശേഷം മാത്രം കുപ്പികളിലാക്കാനോ ഭരണികളിലാക്കാനോ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏത് പാത്രത്തിൽ വെച്ചിട്ടും സൂക്ഷിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം മധുരമല്ലേ. ഇത് ഈ റെസിപ്പി എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക എൻ്റെ പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ 2 പേരാണ് സിജിയും അതുപോലെ തന്നെ അമ്പിളിക്കും സിജിക്കും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എനിക്ക് ഫോട്ടോസ് അയച്ചിടാൻ മറക്കരുത്. അമ്പിളി സിജിയും മാത്രമല്ല എല്ലാവരും ചെയ്ത് നോക്കൂ. ഇവരാണ് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാനങ്ങ് ഓഫ് ചെയ്യുകയാണേ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാനൊരു നുള്ളു ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു മധുരത്തിന് ഒരു പെർഫെക്ഷൻ വരുള്ളൂ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരു നുള്ളു മാത്രം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെച്ച് സൂക്ഷിക്കാം. വളരെ എളുപ്പമാണ് നമുക്ക് അവൽ വിളയിക്കാൻ. ഇത് ചിലവർ പഴം കൂട്ടി കഴിക്കും, അല്ലെങ്കിൽ വെറുതെ കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതനുസരിച്ച് കഴിക്കൂ, എൻജോയ് ചെയ്യൂ. ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം അല്ലേ, മഴക്കാലത്തൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ, നല്ല മീഡിയം മധുരമാണേ. ഞാൻ പറയുന്ന പോയിൻറ്റ്സൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് അവൽ വിളയിച്ചത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല.
അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന കോഴിയട എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, പക്ഷേ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള കോഴിയടയാണ്. അല്ലാതെ നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കുന്ന ചെറിയ ഉള്ളിൽ ഡ്രൈ ആയിട്ടുള്ള ഒട്ടും തന്നെ ചിക്കൻ ഇല്ലാത്ത കോഴിയട അല്ല കേട്ടോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പല മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ടാക്കാറുള്ളതാണ്, അവർ പറഞ്ഞെന്നുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന സ്ഥലത്തെ റെസിപ്പി എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഇപ്പോൾ കോഴിയട എന്നുള്ള പേര് മാറ്റിയിട്ട് ഒരു സ്റ്റഫിങ്, ചിക്കനുള്ള ഒരു സ്റ്റഫിങ് ഉള്ള ഒരു പലഹാരം, ഒരു സ്നാക്ക്, അത് ഇഫ്താർ പാർട്ടിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. എൻ്റെ ചാൻ എന്താ പറ്റിയത് ആക്ച്വലി? അയ്യേ, മനുഷ്യന് സ്വസ്ഥമായി ജോലി ഓരോ സമയത്ത് ഓരോ ആ മുടിയൊക്കെ എന്തൊരു മുടിയാ നോക്കിയേ, എന്തൊരു മുടിയാ സാധാരണ ആൾക്കാർ. ഇപ്പൊ എന്തുണ്ടായേ? ആരെങ്കിലും ഇൻസ്പിറേഷൻ ആണോ? സുജിത് ഭക്തന്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണോ? എന്റെ തല കടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ തല കടിക്കാൻ തുടങ്ങിയപ്പോഴാ? ഇതിനു മുമ്പ് കടിക്കാറുണ്ടായിരുന്നില്ലേ? ഇല്ല, മുടി എല്ലാ 3 ആഴ്ച കൂടുമ്പോൾ വെട്ടാറില്ല. അപ്പൊ അത് വെച്ചിട്ട് ട്രിം ചെയ്യുമ്പോ ഇത്രയും കുറച്ച് ചെയ്യാതെ മര്യാദക്ക് കുറച്ചൊന്നും അടിച്ചാ പോരായിരുന്നോ? ഞാനെന്താ ബാർബറ? ഞാൻ എന്നോട് പറഞ്ഞ ഞാൻ ചെയ്തു തരില്ലായിരുന്നു. നീ എന്താ ബാർബർ? എന്റെ ദൈവമേ, നമ്മളെ നിറക്കൂട്ട് സിനിമയില് മമ്മൂട്ടീനെ കടത്തി വിട്ടു. മമ്മൂട്ടിക്ക് മീശ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ തന്നെ പിന്നെ 2 മക്കളും ഞാൻ അടുത്തേക്ക് വരില്ല കുറെ ദിവസത്തേക്ക്.